വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില റോക്കറ്റ് പോലെയാണ് കുതിച്ചുയരുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു തുള്ളി വെളിച്ചെണ്ണയോ ഒരു നുള്ളു തേങ്ങയോ ചേർക്കാതെ നമുക്ക് എങ്ങനെ 2 നാടൻ കറികൾ തയ്യാറാക്കാമെന്നാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഇനി ആദ്യത്തെ കറിക്ക് വേണ്ടി ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ഒരു ചട്ടിയിലേക്കിട്ട് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കാം. നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് ചെയ്താലും മതി. എന്നാലും നമ്മൾ കൈകൊണ്ട് ഞെരടിയെടുക്കുമ്പോഴാണ് ഈ കറിയുടെ തനതായ രുചി കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സവാള നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 പിഞ്ച് ഉലുവപ്പൊടി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഒരു 4-5 കാന്താരിയാണ് ഞാൻ ഇട്ടത്. നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി. കരിവേപ്പില അതിൻ്റെ കൂടെ ഇടുന്നില്ല നമ്മൾ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൈകൊണ്ട് തന്നെ ഒന്നും കൂടി നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. ഈ തക്കാളിയുടെ ചാറിൽ വേണം നമ്മുടെ അരപ്പെല്ലാം കൂടി ഒന്ന് മിക്സായി വരാനായിട്ട്. കറിവേപ്പില നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കാതിരുന്നത്, കറിവേപ്പില ഇട്ട് നമ്മൾ ഞെരടുമ്പോൾ ആ കറിയുടെ ഫ്ലേവർ ഒന്ന് മാറിപ്പോകും. അതുകൊണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിയുടെ ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഞാൻ കുടപ്പുളിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വാളംപുളി വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കറിയൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ കറി തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ കറിയുടെ ചാറ് റെഡിയായി വരും. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൊഴുവ മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊഴുവ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് മീൻ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാം. മീനിലെ വെള്ളമെല്ലാം നന്നായിട്ട് മുറുക്കി കളഞ്ഞിട്ട് വേണം ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഈ മീനെല്ലാം ചാറിലേക്കൊന്ന് ഒതുക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരിത്തിരി കരിവേപ്പിലയും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് സാധാരണ കറി വേവിക്കുന്നത് പോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് കൊഴുവയായതുകൊണ്ട് അധികം വേവൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തുണി വെച്ച് ചുറ്റിച്ചു കൊടുക്കാം. കൊഴുവയായതുകൊണ്ട് നമുക്ക് സ്പൂണിട്ട് നന്നായിട്ട് ഇളക്കാൻ പാടില്ല, പൊടിഞ്ഞു പോകും കറി. അപ്പോൾ നമ്മുടെ കറി ഒന്ന് ചുറ്റിച്ച് നമ്മൾ വീണ്ടും ഒന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നുണ്ട്. ചാറ് അധികം വേണ്ടവർക്കാണെങ്കിൽ അധികം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണ്ട. കുറുകിയ ചാറോടുകൂടി വേണ്ടവർക്കാണെങ്കിൽ ഇത്രയും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. കണ്ടോ? അപ്പോൾ തേങ്ങയില്ലെങ്കിലും വെളിച്ചെണ്ണ ഇല്ലെങ്കിലും നമ്മുടെ കറി നന്നായിട്ട് നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയും തേങ്ങയും വാങ്ങിച്ച് നിങ്ങൾ പൈസ കളയാതെ ഈ രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൻ കറി ഉണ്ടാക്കി നിങ്ങളും നോക്കൂ. അപ്പോൾ നമ്മളിവിടെ 2 റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അടുത്തത് നമ്മൾ തേങ്ങയും വെളിച്ചെണ്ണയും ഉപയോഗിക്കാത്ത ഒരു ഒഴിച്ചുകറി റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിനു വേണ്ടി വൃത്തിയാക്കിയെടുത്ത 2 മുരിങ്ങക്കായും ഒരു ചെറിയ മാങ്ങയും കൂടിയാണ് നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം ഇത്തിരി കരിവേപ്പിലയും 2-3 കാന്താരി മുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം എന്ന് വെച്ചാൽ ഞാനൊരു കപ്പ് വെള്ളം, ചെറിയ കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കാം. ഈ കറിക്ക് നമ്മൾ അരപ്പിനായിട്ട് തേങ്ങയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് പൊട്ടുകടലയാണ്. അപ്പോൾ നമുക്ക് ഈ പൊട്ടുകടല കുറച്ച് ഒരു മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറിക്കൊക്കെ കൊഴുപ്പിന് വേണ്ടി 1 സ്പൂൺ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി പൊടിച്ച് വെച്ചിരുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ സാധാരണ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും കറികൾക്ക് ചേർക്കാൻ പൊട്ടുകടലയാണ് നല്ലത്. കടലപ്പൊടിക്ക് ഒരു പച്ച ചുവയുണ്ടാകും, ഇതിനത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ നിറച്ചും കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 4 കഷ്ണം ചുവന്നുള്ളിയും
അതിനോടൊപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരെണ്ണം എടുത്തൊന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിക്ക് അരപ്പ് ചേർക്കാനുള്ള പാകമായിട്ടുണ്ട്. നമുക്കതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂടൊപ്പം തന്നെ ആവശ്യമുള്ള വെള്ളം നമ്മൾ ആ ജാറിൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. സാധാരണ ഇങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തേങ്ങ അരച്ച് ചേർക്കാറുണ്ട്. ഇപ്പോൾ തേങ്ങയ്ക്ക് നല്ല വില കൂടുതലായതുകൊണ്ടും നമുക്ക് കിട്ടാനില്ലാത്തത് കൊണ്ടും ഇടയ്ക്കെങ്കിലുമൊക്കെ നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് കാലിയാകുന്നത് അറിയില്ല. കറി തിളച്ച് വരും തോറും ഈ കറി നന്നായിട്ട് കുറുകി വരും, നല്ല കൊഴുപ്പും കിട്ടും. ലോ ഫ്ലെയിമിലിട്ട് വേണം കറി തിളപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കറി അടിയിൽ പിടിക്കും. ഇതിൽ മാങ്ങ ചേർത്തത് കൊണ്ട് ഇനി നമുക്ക് പുളിക്കായിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ മാങ്ങയുടെ പുളി തന്നെ ഈ കറിക്ക് നല്ല പാകമായിട്ടുണ്ട്. ഇത് പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ കറി ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിനകത്തേക്കൊന്ന് താളിച്ച് ചേർക്കാൻ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നില്ല. പകരം നമ്മൾ എണ്ണ ഉപയോഗിക്കാതെ തന്നെ ഒരു പാനിലേക്ക് ഉണക്കമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചൊന്ന് അമർത്തി കൊടുത്താൽ അത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ ഈ രീതിയിൽ നമുക്ക് കറിയിലേക്ക് താളിപ്പ് റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇതിനി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയും തേങ്ങയും വാങ്ങി പൈസ ലാഭിക്കുന്നതിനോടൊപ്പം തന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ 2 കറികളിലും തേങ്ങയും വെളിച്ചെണ്ണയും ഒട്ടും തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണയും തേങ്ങയും ഇല്ലാത്ത കറികൾ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണേ. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തേങ്ങ അരയ്ക്കാത്ത ഒരു കുമ്പളങ്ങ മോരുകറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങ ഒട്ടും അരയ്ക്കാതെ തന്നെയാണ് ഞാൻ ആ കറിയും തയ്യാറാക്കിയേക്കുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ, താല്പര്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ റെസിപ്പികൾ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും തന്ന് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെയും നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കൂ. താങ്ക് യു.